ഇല്ലടാ ഞാനില്ല, നിങ്ങള് പോയിട്ടാ. ഹലോ. ഇല്ലടാ എന്റെ കയ്യില് പൈസ ഒന്നുമില്ല. 5000 രൂപ 500 പോലും എടുക്കാനില്ല, അവസ്ഥ അതാ. ആടാ ശരി. നീ എന്തെന്നാണോ പറഞ്ഞേ? ഇത് സാലറി കിട്ടിയതല്ലേ? എടാ എങ്ങനെയെങ്കിലും ഒരു 15,000 രൂപ ഇടയ്ക്ക് തന്നോടാ. അത്രയും ക്രിട്ടിക്കലാണ് നമ്മളുടെ അവസ്ഥ. നിന്റെ കാലുടിക്കുക, നീ നേരത്തെ തരാനുള്ള പൈസ കൂടി നീ കൂട്ടി ഒന്നിച്ച് തിരിച്ചു തന്നേക്കാം. ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റും കഴിഞ്ഞ്. എക്സ്ക്യൂസ് മീ, എന്താ പ്രശ്നം? എന്റെ മോളൊരു ആക്സിഡന്റ് ആയിട്ടേ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്നു. 15,000 കൊണ്ട് ഇപ്പൊ ഉടനെ കിട്ടുമെന്ന് പറഞ്ഞു. പൈസ ഞാൻ തന്നാ മതിയോ? വലിയ ഉപകാരം മോളെ. 10,000 രൂപ എന്നെ ഉണ്ടാക്കണം. ആ പറയടാ. ഞാൻ ഇന്ന് രാവിലെ നിന്റെ വണ്ടി എടുത്തോണ്ടാണല്ലോ പോയത്. അതൊന്ന് ആക്സിഡന്റ് ആയി. അയ്യോ, നീ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാര്യം അവിടുത്തെ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്ത്. ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു പണി കിട്ടി. പക്ഷെ നിനക്കറിയാലോ എന്റെ വീടിന്റെ അവസ്ഥയൊക്കെ. എനിക്കത് റിപ്പയർ ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റൂല. കുഴപ്പമില്ലടാ, അത് ഞാൻ റെഡി ആക്കിയിട്ട് ഇറക്കിക്കോളാം. റോൾ ചെയ്യാൻ ഫണ്ട് ഉണ്ടാവോ? എന്റെ മോനെ, സാലറി കിട്ടിയത് എനിക്ക് പോലും ഈ പ്രാവശ്യം ഉണ്ടായില്ല. ഓരോരുത്തർക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് 0 ബാലൻസാ. സാരമില്ലടാ, ഞാൻ അർജന്റ് ഹോസ്പിറ്റൽ കേസാണ് എന്നോട് ഫണ്ട് ചോദിച്ചത്. കുഴപ്പമില്ല, ഞാൻ ഇവിടെ സെറ്റ് ചെയ്തോളാം. ഞാൻ പോവാം. ഗാരി, തൽക്കാലം ഇത് പണയം വെച്ചോ. എന്നിട്ട് എന്ന് കയ്യിൽ ഫണ്ട് തന്നോ അപ്പൊ ഇത് തിരിച്ചെടുത്ത് തന്നാ മതി. അയ്യോ ഇരിക്കട്ടെ, മോൻ വെച്ചോ. ആയടാ, നിന്റെ ഒരു 20,000 രൂപ എടുക്കാണ്ടാവും. 20,000 രൂപ അത് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനോ? അല്ലെങ്കിൽ അന്ന് ഞാനൊരു കൈച്ചയും തന്നില്ല, അതൊന്നും ഇപ്പൊ തിരിച്ചെടുത്ത് തരാൻ പറ്റുമോ? എന്റെ പൊന്നെ, പൈസ ഉള്ളപ്പെടുത്ത് തന്നേക്കാം, അല്ലാതെ കയ്യിലുണ്ടായിട്ട് എടുത്ത് തരാണ്ടിരിക്കണല്ല. അയ്യോ അതുകൊണ്ടല്ല, എന്റെ അമ്മയ്ക്ക്. ഹലോ എടാ, ഞാൻ അന്ന് തന്നെ 5000 രൂപ ഒന്ന് നോക്കിയപ്പോ തിരിച്ചു തരാൻ പറ്റുമോ? എന്റെ അമ്മയ്ക്ക്. ഞാൻ വർക്കിലാണ്, കുറച്ച് കഴിയുമ്പോ തിരിച്ചു വിളിക്കാട്ടാ. മാഡം, പേഷ്യൻറ്റിന് ഇൻഷുറൻസ് കവറേജ് ഇല്ല. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് പറഞ്ഞ എമൗണ്ട് കെട്ടി വെക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ആളുടെ ഹെൽത്ത് കണ്ടീഷൻ ഓരോ നിമിഷവും വഷളായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാന്നുള്ള കാര്യം ഇപ്പോൾ പോസിബിൾ അല്ല. അതുകൊണ്ട് എത്രയും വേഗം പറഞ്ഞ എമൗണ്ട് കെട്ടി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. ഹലോ മാഡം, അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വരണം. എമൗണ്ട് ഇനിയും അടയ്ക്കണ്ട. മാഡം എന്തായാലും അത്യാവശ്യമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ വരെ വരും.